ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ണിന് കുളിർമ തരുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും പറയാറ് വയനാട് പോലുള്ള സ്ഥലങ്ങളിലാണ് കാറ്റ്കുളം നിറഞ്ഞു പൂക്കുന്നതെന്നാണ്. പക്ഷേ ഇത് ചവറ തെക്കും ഭാഗത്ത് ചാവടിമുക്കിലെ പുഷ്പവിലാസത്തിലെ പുഷ്പവല്ലിയമ്മയുടെ വീട്ടിലെ എരുത്തിന് മുകളിലുള്ള കാറ്റ്കുളയാണ് ഇങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, മനോഹരമായൊരു കാഴ്ച തന്നെയല്ലേ. മഞ്ഞ നിറമെന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ സിമ്പലായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ടായിരിക്കാം മഞ്ഞ നിറത്തിൽ ഈ പൂപ്പന്തൽ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം നമ്മുടെ മനസ്സിന് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ വീടിൻ്റെ സ്ഥലത്തേക്ക് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി ആ ചാവടുമുക്കിൽ നിന്ന് അവിടുന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ മുകളിൽ ഒരു കൊച്ചു വീടിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ കാണാം. അപ്പം നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ അതൊരു ഭയങ്കരമായിട്ടൊരു എത്ര ദൂരെ നിന്ന് നോക്കിയാൽ പോലും കാണുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത് തന്നെ. വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫോണിലെ ക്യാമറയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി എത്രമാത്രം പകർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പശുവിനെ വളർത്തിയിരുന്ന എരുത്തിലായിരുന്നു. പക്ഷേ ഇപ്പം അത് പൊളിച്ച് കളയാതെ ഇങ്ങനെ നല്ല ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുവാണ്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കാരണം അത് ഇല കാണുന്നില്ല എന്നുള്ളതാണ്. വർഷത്തിൽ എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞ ഇതെന്ന് പറയുന്നത് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇങ്ങനെ പൂക്കുന്നത്. അല്ലാത്തപ്പോൾ പൂക്കുമെങ്കിലും ഇത്രയും ഭംഗിയായിട്ട് പൂക്കുന്നത് വർഷത്തിൽ ഒരു തവണ മാത്രമാണ്. പക്ഷേ എന്നാലും ആ ഒരു 3-4 ദിവസം അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നാണ് അമ്മ പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നില്ലേ കാണുമ്പോൾ? അത് ആ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയായിട്ടാണ് തോന്നുന്നത് അല്ലേ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് പുഷ്പവല്ലി, വീട് പുഷ്പവിലാസം. പേരിനോട് അമ്മയുടെ മനസ്സിൻ്റെ പൂക്കളോടുള്ള ഇഷ്ടമാണ് പേരിലും വീട്ടുപേരിലും എല്ലാം കാണുന്നത് അല്ലേ. അത് വരുന്നവരും പറയും പേരിനോട് ആ വീട്ടുപേരിനനുസരിച്ച് ഇവിടെ ചെടികളും. ശരിയാണ്, ഇവിടെ വരുന്നവർക്കെല്ലാം ഈ ചെടികളെല്ലാം കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നും. അമ്മ തനിയാണോ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്? ആരെങ്കിലുമൊക്കെ ചെടികളുടെ പരിചരണത്തിൽ അമ്മയെ സഹായിക്കാറുണ്ടോ? ഞാൻ ഒറ്റയ്ക്കാണ്, സഹായത്തിനൊന്നും ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ള ഒരു സന്തോഷമാണല്ലോ രാവിലെ എണീറ്റ് വന്ന് ഇതെല്ലാം കാണുന്നതും നോക്കുന്നതും. ഇത്രയും പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി എന്ത് വളമാണ് ഉപയോഗിക്കുന്നത്? നല്ല നമ്മൾ വളം വാങ്ങിച്ചു നമ്മുടെ ചാണകപ്പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട്. പിന്നെ കള പറിക്കുക, ചെവിടെടുക്കുക, സമയത്തിന് വെള്ളം ഒഴിക്കുക, അതിനോട് രാവിലെ എല്ലാം വന്നൊന്ന് സംസാരിക്കുക. സാധാരണ നമ്മുടെ നാട്ടിൽ വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ കൂടുതലായിട്ടും കാറ്റ്കുളം ഇങ്ങനെ വളരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും കൊല്ലത്തൊക്കെ ഇങ്ങനെ വളരുന്നത് ആദ്യമായിട്ട് കേൾക്കുക. കാരണം നമ്മൾ വീഡിയോയിലും ഒക്കെ കേൾക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇത്രയും ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കാറ്റ്കുളം ഇവിടെ ഇങ്ങനെ എരുത്തിൽ വളർത്താനായിട്ട് ഒരു കാരണം അങ്ങനെ? അത് മോഡ് അല്ല, എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അന്നേരം മോഡ് കണ്ടും വെച്ച് വന്നാൽ പറഞ്ഞ് നമുക്കൊന്ന് വാങ്ങിച്ച് നടാം. അന്നേരം ഞാൻ നോക്കിയപ്പോൾ എരുത്തിൽ ഒഴിഞ്ഞ് കിടക്കുന്നു. അന്നേരം കൊണ്ടുവന്ന് ഇപ്പം 3 വർഷം കഴിഞ്ഞ് നട്ടിട്ട് കഴിഞ്ഞ വർഷം തൊട്ട് നല്ല പോലെ പൂ പിടിക്കാൻ തുടങ്ങി. ഈ മഴ പെയ്തപ്പോൾ തന്നെ പൊട്ട് വന്നു. എല്ലാ വർഷവും ഈ സമയത്താണോ? എല്ലാ വർഷവും ഈ ഏപ്രിൽ മാസം പൂ പിടിക്കുന്നത്. അതമ്മക്ക് ഉറപ്പുണ്ട്.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തിരുമുല്ലവാരത്തുള്ള സൗമ്യയുടെ വീടിൻ്റെ ഗാർഡൻ ടൂറായിരുന്നു അത്. ആ സൗമ്യയുടെ അമ്മയുടെ വീടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗമ്യയാണെങ്കിലും അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും അവർക്ക് 3 പേർക്കും ചെടികൾ ഒരുപാട് ഇഷ്ടമാണ്. ചെടികൾ നട്ടുപിടിപ്പിക്കുകയും അതിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന ആൾക്കാരാണ്. അതുതന്നെയാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ സൗമ്യയും അമ്മയൊക്കെ പറഞ്ഞത്. കാരണം ഞങ്ങൾ 3 പേരും ഒരേപോലെ എവിടെയെങ്കിലും ചെടികൾ വാങ്ങിക്കാൻ പോവുക, ഒരു ഗാർഡനിൽ പോവുക, അല്ലെങ്കിൽ ഒരു നഴ്സറി പോയി കഴിഞ്ഞാലും ഒക്കെ എവിടെയെങ്കിലും ഒരു യാത്ര പോയാൽ പോലും തിരിച്ചു വരുമ്പോൾ കുറച്ച് ചെടികൾ ഞങ്ങളുടെ വണ്ടിക്കകത്തുണ്ടാകും. അപ്പോൾ അത്രയും ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെടികളെന്നാണ് പറഞ്ഞത്. നമുക്കും അതിവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാകും. കാരണം അത്ര ഭംഗിയായിട്ടാണ് ചെടികളൊക്കെ വച്ചിരിക്കുന്നത്. അതിനു വേണ്ടി തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ, ഒരു എരുത്തിൽ തന്നെ അതിനു വേണ്ടി നിലനിർത്തിയിരിക്കുക. പൊളിച്ച് കളയാവുന്നതായിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ സാധാരണ എല്ലാവരും ചിന്തിക്കുക അതങ്ങ് പൊളിച്ച് കളയാമെന്ന്. പക്ഷേ ആ ഇഷ്ടം ഇങ്ങനെയൊരു ചെടികളൊക്കെ പടർത്താം, അതുകൊണ്ടാണ് അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സ്പേസ് അവർ കണ്ടിന്യൂ ചെയ്ത് പോയത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗമ്യയുടെ അമ്മയുടെ വീട്ടിലെ ബാക്കി നട്ടുപിടിപ്പിക്കുന്ന ബാക്കി ചെടികളാണ്. ഒരുപാട് ബോഗൻവില്ലയും ഇൻഡോർ പ്ലാന്റുകളും അത്യാവശ്യം ഒരുവിധം എല്ലാ ചെടികളും ഉണ്ട്. അമ്മ തന്നെയാണ് ഇതെല്ലാം നട്ടുപിടിപ്പിക്കുന്നതും അതിൻ്റെ പരിചരണങ്ങളും എല്ലാം ചെയ്യുന്നത് അമ്മ തന്നെയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടൊക്കെ ഇടണം കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.